നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വാർത്തകളിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യമാണ് ജർമ്മനിയിലെ തട്ടിപ്പുകളെ പറ്റി. പ്രത്യേകിച്ച് മിനിമം വേതനം ലഭിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജർമ്മൻ സർക്കാർ തന്നെ, അത് മാറി മാറി വരുന്ന സർക്കാരുകൾ തന്നെ മിനിമം വേതനം ഇവിടെ എത്രയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ചില ആർബൈറ്റ്സ്കേബർ, അതായത് എംപ്ലോയർ, മിനിമം വേതനം നൽകാതെയാണ് പലരെയും ജോലിക്ക് നിർത്തുന്നത്. അത് ഫുൾ ഫെട്രാഗോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലിക്കുള്ള ഔസിൽഫെ ഫെട്രാഗോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലി ഫെട്രാഗുകൾ വെച്ചിട്ടാണ് മിനിമം വേതനം പോലും കൊടുക്കാതെ ഇവിടെ മലയാളികൾ ഉൾപ്പെടുന്ന പ്രവാസികളെ ജോലിക്ക് എടുക്കുന്നത്. എന്നാൽ പലരും ജോലി കിട്ടിയല്ലോ എന്നുള്ള നിലയിൽ ഇതിനെപ്പറ്റി കൂടുതലായി പുറത്ത് പറയാറില്ല, എങ്ങും പരാതി കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു തരത്തിലുള്ള ചൂഷണമാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും പലയിടത്തു നിന്നുള്ള ഫീഡ്ബാക്കുകളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ജർമ്മൻ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ചിലപ്പോൾ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിലാകുന്നു. എന്നാൽ പലരും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വിഷയം എക്സ്ക്ലൂസീവായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് കടന്നാൽ, ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് നിയമപരമായി ലഭിക്കേണ്ട മിനിമം വേതനം പൂർണ്ണമായും ലഭിക്കുന്നില്ലെന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ജർമ്മൻ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ, അതായത് DGB പുറത്തുവിട്ട ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. തൊഴിലുടമകളുടെ നിയമവിരുദ്ധവും ചൂഷണപരവുമായ പ്രവർത്തനങ്ങൾ കാരണം പ്രവാസി തൊഴിലാളികൾ വലിയ തോതിൽ വഞ്ചിക്കപ്പെടുന്നതായിട്ടാണ് വ്യക്തമാകുന്നത്. ജർമ്മനിയിലേക്ക് ഉന്നത പഠനത്തിനും താഴ്ന്ന വരുമാനമുള്ള ജോലി മേഖലകളിലേക്ക് എത്തുന്ന മലയാളി വിദ്യാർത്ഥികളെയും മറ്റ് ആളുകളെയും തുടക്കക്കാരായ പ്രവാസികളെയും ഈ വേതന തട്ടിപ്പ് നേരിട്ട് ബാധിക്കുന്നുണ്ട്. പലരും ഇത് പുറത്ത് പറയാറില്ല. ഒരുപക്ഷെ പേടിയായിരിക്കാം, അല്ലെങ്കിൽ നാണക്കേടായിരിക്കും. എന്തായാലും ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ വേതനം വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് ജോലി ചെയ്യുന്ന ആളിന്റെ റൈറ്റ് ആണ്. അത് 100 1000% ഇവിടെ സർക്കാരും മറ്റ് ആളുകളും ഒക്കെ തന്നെ, അല്ലെ സംഘടനകളും തൊഴിലാളി സംഘടനകളും ഒക്കെ തന്നെ അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും തട്ടിപ്പുകൾ പല വിധത്തിലാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഒരുതരം തട്ടിപ്പാണ് കൃത്യമായ ശമ്പളം കൊടുക്കാതെയുള്ള ജോലി ചെയ്യിച്ചുകൊണ്ട് മിനിമം വേതനം പോലും കൊടുക്കാതെ ഇവരെ വർഷങ്ങളായി ചൂഷണം ചെയ്യുന്നത്. വേതന തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത് 64 ബില്യൺ യൂറോയാണെന്നും കണക്കുകൾ വ്യക്തമാക്കും. ജർമ്മനിയിൽ നിലവിൽ മിനിമം വേതന പരിധി മണിക്കൂറിന് 13.90 യൂറോ ആയി ഉയർത്തിയിട്ടുണ്ടെങ്കിലും ഇത് കടലാസിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നാണ് DGB വ്യക്തമാക്കുന്നത്. 20 ലക്ഷം തൊഴിലാളികൾ വഞ്ചിക്കപ്പെടുന്നു. ജർമ്മനിയിലെ ആകെ 60 ലക്ഷത്തോളം മിനിമം വേതന തൊഴിലാളികളിൽ പ്രതിവർഷം ശരാശരി 20 ലക്ഷത്തോളം പേർക്ക് നിയമപരമായ തുക ലഭിക്കുന്നില്ല. വൻ സാമ്പത്തിക നഷ്ടമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. 2015 മിനിമം വേതനം നിലവിൽ വന്നത് മുതൽ 2024 വരെയുള്ള 10 വർഷത്തിനിടെ വേതന തട്ടിപ്പിലൂടെ ആകെ 64 ബില്യൺ യൂറോയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തൊഴിലാളികൾക്ക് നഷ്ടമായ തുക ഇതിൽ 35 ബില്യൺ യൂറോ അതും തൊഴിലാളികളുടെ കയ്യിൽ എത്തേണ്ടതായിരുന്നു. ബാക്കി തുക സാമൂഹ്യ സുരക്ഷാ ഫണ്ടിലേക്കും, അതായത് 22 ബില്യൺ യൂറോ, ആദായ നികുതി ഇനത്തിലും 7 ബില്യൺ യൂറോ സർക്കാരിലേക്ക് എത്തേണ്ടതായിരുന്നു. ഇതെല്ലാം തന്നെ വെട്ടിപ്പിലൂടെ തൊഴിലുടമകൾ എടുത്തു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനിയും മണിക്കൂറുകളിലെ വെട്ടിച്ചുരുക്കൽ. ഓരോ തൊഴിലാളിക്കും ശരാശരി 1.70 യൂറോ മുതൽ 2.40 യൂറോ വരെ പ്രതി മണിക്കൂറിൽ നഷ്ടപ്പെടുന്നുണ്ട്. ജോലി സമയം കൃത്യമായി രേഖപ്പെടുത്താതെയും റെക്കോർഡുകളിൽ കൃത്രിമം കാണിച്ചുമാണ് മുതലാളിമാർ ഈ ചൂഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് ആംബുലൻസ് ഫ്ലീഗഡിൻസിൽ ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനിയും മലയാളികളെയും പ്രവാസികളെയും ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇത് എങ്ങനെയാണ് അവരെ ലക്ഷ്യമിട്ട് എംപ്ലോയർമാർ നേടിയെടുക്കുന്നത്, അതായത് ജർമ്മൻ ഭാഷയിലുള്ള അജ്ഞതയും. ഇനിയും A1 അല്ലെങ്കിൽ A2 ഇത് മാത്രം പഠിച്ചുകൊണ്ട്, ഇനി അഥവാ B1 ആണെങ്കിൽ പോലും ആ ലെവലിലുള്ള ആളുകൾ ജോലിക്ക് കയറിയാൽ പലയിടത്തും ഭാഷ അറിയില്ല എന്നുള്ള ഒരു അവജ്ഞയും അതോടൊപ്പം വേതന തട്ടിപ്പും ഉണ്ടാകുന്നുണ്ട്. പ്രാദേശിക ലേബർ നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയും ഇതൊക്കെ തന്നെയാണ് വലിയ കാരണങ്ങൾ. പ്രവാസികളാണ് ഈ തട്ടിപ്പിന് പ്രധാനമായും ഇരയാകുന്നത്. ഇപ്പോൾ ജർമ്മനിയിൽ എത്തിയിട്ടുള്ള ഒട്ടനവധി മലയാളികൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാകുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതെല്ലാം പറയുന്നത് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക് റിസർച്ച് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പഠനങ്ങളും ഒക്കെയാണ് ശരിവെക്കുന്നത്. ഇനിയും ജോലികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫ്ലീഗഡിൻസ് ഒന്നാമതായിട്ടുണ്ട്. രണ്ടാമത് ഗസ്റ്റ് ഹൗസ്, ഡെലിവറി, കൃഷി മേഖലകൾ, കൂടാതെ റെസ്റ്റോറന്റുകൾ, റീറ്റെയിൽ വ്യാപാരികൾ, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ മലയാളികൾ കുറവാണ്. എങ്കിലും അത് മാത്രമല്ല, ഫുഡ് പാഴ്സൽ ഡെലിവറി സർവീസുകൾ, ഇവിടെയാണ് മലയാളികൾ കൂടുതലായി പുതിയതായി എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്യുന്നവരൊക്കെ തന്നെ ഡെലിവറി സർവീസുകൾ ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളിൽ ഇവർക്കൊക്കെ തന്നെ നിസ്സാരം എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നും ഓപ്പർച്യൂണിറ്റി കാർഡിൽ
ജർമ്മനിയിൽ വന്നിട്ടുള്ളവരൊക്കെ തന്നെ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുന്ന സംഭവങ്ങളാണ് നിരവധിയുള്ളത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 17 ലക്ഷം കൊടുത്ത് 8ഓളം പേരാണ് ജർമ്മനിയിൽ എത്തിയത്. ഇവരൊക്കെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ ബേസിലാണ് എത്തിയത്. അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളല്ല അവർക്ക് ഇവിടെ നേരിട്ട് മനസ്സിലായത്. റെസ്റ്റോറന്റിലാണ് ജോലിക്ക് എടുത്തത്, അതും ഷ്വാർട്സായി. ഒടുവിൽ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഇവരോടൊക്കെ റെസ്റ്റോറന്റിലെ സകല ജോലികളും, അതായത് കുക്കിംഗ് മാത്രമല്ല മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ടോയ്ലറ്റ് ക്ലീനിങ് വരെ ഈ 17 ലക്ഷം കൊടുത്ത് വന്നിട്ടുള്ളവർക്ക് ചെയ്യേണ്ടി വന്നു. അതിനാൽ 2 പേർ അവിടെ നിന്ന് ജോലി വിട്ടുപോയി. അതിൽ ഒരാളാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏജന്റുമാർ 17 ലക്ഷം രൂപ കൈക്കലാക്കിയാണ് ഇങ്ങോട്ട് കയറ്റി വിട്ടത്. അതും തമിഴ് റെസ്റ്റോറന്റുകളിലാണ്, തമിഴന്മാർ നടത്തുന്ന റെസ്റ്റോറന്റുകളിലാണ് ഇവരെ ജോലിക്ക് എടുത്തത്. ഇവിടെ ഇതിന് തമിഴന്മാർ മാത്രമല്ല മലയാളികളും ഏജന്റുമാരായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ തട്ടിപ്പിന്റെ ഏറ്റവും പുതിയ മുഖങ്ങളാണ്. പലപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് പോലെ എന്തിന് 17 ലക്ഷം കൊടുക്കുന്നു, ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നാൽ ജോലി കിട്ടത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാഷയൊന്നും ഇല്ലെങ്കിൽ, ഇനിയും അഥവാ ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ ആർക്കും തൊഴിലാളി ഫേവർ അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തട്ടിപ്പിന് കൂടുതൽ ആളുകൾ വീഴുന്നതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, സബ് കോൺട്രാക്ട് ആൻഡ് ഗിഗ് വർക്കുകൾ മണിക്കൂർ അടിസ്ഥാനത്തിന് പകരം ഡെലിവറി ചെയ്യുന്ന സാധനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വേതനം നൽകുന്ന രീതി പല കമ്പനികളും പിന്തുടരുന്നുണ്ട്. ഇത് കണക്കാക്കുമ്പോൾ മണിക്കൂറിന് 13.9 യൂറോ എന്ന മിനിമം വേതനം തികയാറില്ലതാനും. അടുത്തത് മധ്യവർത്തികളായി നിൽക്കുന്ന ഏജൻസികളാണ്. തൊഴിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പൂട്ടിപ്പോകുന്ന വ്യാജ മധ്യവർത്തി ഏജൻസികൾ വഴിയാണ് കമ്പനികൾ തൊഴിലാളികളെ നിയമിക്കുന്നത്. ഇത് നിയമ നടപടികളിൽ നിന്ന് വൻകിട കമ്പനികളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം മലയാളി വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ്. വിദ്യാർത്ഥി വിസയിൽ എത്തുന്ന മലയാളി യുവാക്കൾ പാർട്ട് ടൈം ജോലി നാട്ടിൽ നിന്ന് തന്നെ ഉറപ്പിച്ചാണ് ചിലർ എത്തുന്നത്. ഇവിടെ വരുമ്പോൾ പാർട്ട് ടൈം പോയിട്ട് അതിന്റെ ഫീ പോലും കിട്ടുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒടുവിൽ കരഞ്ഞു വിളിച്ച് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറും. അവിടെ ചെല്ലുമ്പോഴാണ് ഈ തട്ടിപ്പ് അല്ലെങ്കിൽ കൃത്യമായ ശമ്പളം കൊടുക്കാതെയുള്ള ജോലി ചെയ്യേണ്ടുന്ന അവസ്ഥ. ഇവരൊക്കെ തന്നെ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് ജീവിക്കാനും നാട്ടിലേക്ക് അയക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. എന്നാലും ഈ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് 2 പാർട്ട് ടൈം ജോലി ചെയ്താൽ ഇപ്പോൾ 2 അറ്റവും കൂട്ടി ചേർക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ജർമ്മനിയിലുള്ളത്. ഇത്തരത്തിൽ ചൂഷണത്തിൽ ഇരയാകുന്നത് ഒട്ടനവധി വിദ്യാർത്ഥികളാണ്. നിശ്ചിത മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുകയും എന്നാൽ കുറഞ്ഞ വേതനം മാത്രം നൽകുകയും ചെയ്യുന്ന പ്രവണത ഇപ്പോൾ ജർമ്മനിയിൽ വ്യാപകമാണ്. ഇതിനെതിരെ സർക്കാരിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ, അത് മാത്രമല്ല ഇവിടുത്തെ പോലീസിൽ ചെന്ന് പറഞ്ഞാൽ പോലും ഇതിനൊന്നും തെളിവില്ലാത്ത ഒരു അവസ്ഥയാണ് ഇവർക്കൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ ഏത് കാര്യത്തിനും തെളിവ് വേണം. നമ്മൾ വാഗുകൊണ്ട് പറഞ്ഞാൽ പോരാ, പേപ്പറിൽ റെക്കോർഡിക്കലായിട്ടുള്ള തെളിവ് കൊടുത്താൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് അല്ലെങ്കിൽ വഞ്ചനയുണ്ടെന്ന് ഇവർക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും തെളിവില്ലാത്ത കാര്യമായതുകൊണ്ട് ആരും തന്നെ ഇതിന്റെ പുറകെ നടക്കാറില്ല. നടന്നാലിട്ട് പ്രയോജനവുമില്ല. ഇതൊരു നിസ്സാര കാര്യം അല്ല, ഇതൊരു കുറ്റമാണ്, ക്രിമിനൽ കുറ്റകൃത്യം. വേതന തട്ടിപ്പ് ഒരു ചെറിയ വീഴ്ചയല്ലെന്നും വലിയ ക്രിമിനൽ കുറ്റമാണെന്നും DGB വൈസ് പ്രസിഡന്റ് സ്റ്റെഫാൻ കോർസൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയതായിട്ടെത്തുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നിങ്ങളൊക്കെ ചെറുപ്രായക്കാരാണ്, പല കാര്യങ്ങളിലും അറിവില്ലാത്തവരാണ്. നിങ്ങൾ അറിയും, പക്ഷേ വന്ന ഉടനെ തന്നെ അറിയണമെന്നില്ല. ഇനി അറിവില്ലാത്തവരാന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ വിട്ട് തേക്കാൻ വരണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ അറിഞ്ഞു വരുമ്പോഴത്തേക്കും അതിന്റെ സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നത്. കുറ്റകരമായ അല്ലെ കുറ്റക്കാരായ തൊഴിലുടമകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ഇവിടെ നിയമങ്ങളുണ്ട്. ഇനി തൊഴിൽ തട്ടിപ്പുകൾ തടയേണ്ടത് കസ്റ്റംസ് വിഭാഗത്തിന്റെ ഫിനാൻസ് കൺട്രോൾ ഫോർ അൺക്ലിയർഡ് എംപ്ലോയ്മെന്റ്, അതായത് FKS. ഒന്നുകൂടി പറയാണ്, തൊഴിൽ തട്ടിപ്പുകൾ തടയേണ്ടത് കസ്റ്റംസ് വിഭാഗത്തിന്റെ ഫിനാൻസ് കൺട്രോൾ ഫോർ അൺക്ലിയർഡ് എംപ്ലോയ്മെന്റ് ഏജൻസിയിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ജീവനക്കാരുടെ ക്ഷാമമാണ് നേരിടുന്നത്. ഇത് തന്നെ പലയിടത്തും ഉണ്ട്. 10 പേര് ജോലി ചെയ്യുന്നിടത്ത് 2 പേരെ വെക്കും. ബാക്കി 8 പേരുടെ ജോലി 2 പേരും കൂടി ചെയ്യുമ്പോൾ തന്നെ എങ്ങും എത്താതെ പോകുന്നു. ഇത് ഇവിടെ മാത്രമല്ല, ജർമ്മനിയിലെ മിക്ക ഓഫീസുകളിലും, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓഫീസുകളിലും അതുപോലെ തന്നെ ആശുപത്രികളിലും, പണ്ടൊക്കെ ഒരു സ്റ്റേഷനിൽ 6 പേരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2.5%, 2.5 ആൾക്കാരാണുള്ളത്. അതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ മുന്നോട്ട് പോകും. പക്ഷേ കൃത്യമായ കാര്യങ്ങൾ ചിലപ്പോൾ കൃത്യസമയത്ത് നടക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ FKS-ൽ ഏതാണ്ട് 2500ഓളം തസ്തികകൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് അവിടെ ചെയ്യാൻ ആളുകളിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പ് നടത്തുന്ന മുതലാളിമാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനവും ലഭിക്കുന്നുണ്ട്. ജർമ്മനി എപ്പോഴും മുൻപന്തിയിലാണ്. എല്ലാ തരത്തിലും വലിയതാണ്, എല്ലാ തരത്തിലും ഞങ്ങൾ ഉച്ചകോടിയിലാണ് എന്ന് വെറുതെ വീമ്പടിക്കുന്നതല്ലാണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ അധോഗതിയും. ഞാനിവിടെ ജീവിക്കുമ്പോൾ ജർമ്മനിയെ മോശക്കാരായി പറയുകയല്ല, ഇവിടുത്തെ ഇപ്പോഴത്തെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ചെവിക്കൊണ്ടാൽ നിങ്ങൾക്ക് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകും. ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്,
നിലവിലെ സ്ഥിതി അനുസരിച്ച് ഒരു കമ്പനിയിൽ പരിശോധന നടത്താൻ ശരാശരി 140 വർഷം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇവർ തന്നെ പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, തൊഴിലാളികളും അതുപോലെ മലയാളി വിദ്യാർത്ഥികളും അല്ലെങ്കിൽ പുതിയതായിട്ട് ജോലിക്ക് ഇവിടെ കയറിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മിനിമം വേതനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നോ തൊഴിലുടമ നിയമപരമായി നിങ്ങളുടെ ജോലി സമയം വെട്ടി ചുരുക്കുന്നുണ്ടെന്നോ സംശയമുണ്ടെങ്കിൽ ഇനി പറയുന്ന മാർഗങ്ങൾ സ്വീകരിക്കും. മിനിമം വേതന ഹെൽപ്പ് ലൈൻ, ജർമ്മൻ സർക്കാരിന്റെ ഔദ്യോഗിക മിനിമം വേതന ഹെൽപ്പ് ലൈനിൽ വിളിക്കാം. ആ നമ്പർ ഞാൻ പറയുകയാണ്: 0049 30 60 28 0028 എന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ പേരും നാളും ഒപ്പും അടയാളവും ഒന്നും ഇവരാരും തന്നെ പുറത്ത് പറയത്തില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ ഒന്നുകൂടെ പറയുകയാണ്: ഹെൽപ്പ് ലൈൻ 0049 30 60 28 0028 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അവിടെ പരാതികൾ നേരിട്ട് ധരിപ്പിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ലേബർ കോടതി ആർബൈറ്റ്സ്ഗെറിച്ച് അഭിഭാഷകന്റെ സഹായമില്ലാതെ ഇവിടെ തൊഴിലാളികൾക്ക് ജർമ്മൻ ലേബർ കോടതികളിൽ പരാതി നൽകാവുന്നതാണ്. അടുത്തത് ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ വർക്ക്സ് കൗൺസിൽ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ വർക്ക്സ് കൗൺസിലുകൾ, അതായത് ബെട്രിപ്സ്റാറ്റ്, അതൊരു പുതിയ വാക്കൊന്നുമല്ല. ഏത് സ്ഥാപനത്തിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. ആശുപത്രിയിലായാലും ഓൾഡ് ഏജ് ഹോമിലായാലും ആംബുലൻസ് ഡീൻസിലായാലും അല്ലെ മറ്റ് കമ്പനികളിലൊക്കെ തന്നെ ബെട്രിപ്സ്റാറ്റ് ഉണ്ട്. അവിടെ നമുക്കൊക്കെ ഇലക്ഷനിലൂടെ കയറാൻ സാധിക്കും. അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ബെട്രിപ്സ്റാറ്റിൽ കയറി കഴിഞ്ഞാൽ 3 വർഷത്തേന് പിരിച്ചുവിടൽ ഉണ്ടാകില്ല. അങ്ങനെയാണ് അതിന്റെ നിയമം. അപ്പം ബെട്രിപ്സ്റാറ്റ് വഴിയോ ട്രേഡ് യൂണിയനുകൾ വഴിയോ സൗജന്യ നിയമസഹായം ലഭ്യമാക്കാൻ നിങ്ങൾക്കൊക്കെ അവസരമുണ്ട്. അത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. എന്തായാലും ജർമ്മനിയിലെ തട്ടിപ്പിന്റെ ഒരു മുഖം കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ജർമ്മനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ പുതിയ തിരുവോണ ആൽബം ശ്രാവണ പുലരി എന്ന സിംഗിൾ ആൽബം ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യുന്നതാണെന്നുള്ള അറിയിപ്പോടുകൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.